ഇപ്പോൾ ഒരു പുതിയ റോഡ് ഉണ്ടാക്കിയാൽ ആ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞൊരു നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ്, ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ്. ആ പരിപാലന കാലാവധിയിൽ ആ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിർമ്മിച്ചയാൾ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അപ്പോൾ അത് പരിഹരിക്കണം എന്നാണ്. ഇതിനുവേണ്ടി നിർമ്മാണ ഘട്ടത്തിൽ കരാറുകാരൻ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുക തിരിച്ച് കിട്ടുക ഈ പരിപാലന കാലാവധിയും കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞില്ല. അപ്പോൾ BMNBC റോഡാണെങ്കിൽ 3 വർഷം പരിപാലന കാലാവധിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല, ഞാനും മന്ത്രി ആയതിനു ശേഷമാണ് ഇത് മനസ്സിലാക്കിയത്. പക്ഷേ ഇത് ജനങ്ങളെ അറിയിച്ചാൽ ആ റോഡ് ആളുകൾ തന്നെ ഓഡിറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഭാഗമായി പച്ച ബോർഡുകൾ ശ്രദ്ധിച്ചില്ല, എല്ലാ റോഡുകളിലും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് പറഞ്ഞ് പച്ച ബോർഡുകൾ, അതിൽ കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ഈ റോഡിൻ്റെ പരിപാലന കാലാവധി ഇത്ര തീയതി വരെയാണ്. അപ്പോൾ അതിനിടയിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ കൊടുത്തു അതിൽ വിളിക്കാം. ഈ സംവിധാനം കൊണ്ടുവന്നു. എല്ലാവരും അതിനോട് സഹകരിച്ചു. ഭരണകക്ഷി, പ്രതിപക്ഷ MLA മാർ എല്ലാവരും സഹകരിച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിലെ പച്ച ബോർഡ് DLP ഉദ്ഘാടനം ചെയ്തത് നമുക്കൊപ്പം ഇല്ലാത്ത ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. പ്രതിപക്ഷ ഉപനേതാവ് മുതൽ തുടങ്ങി മന്ത്രിമാർ എല്ലാവരും ഇതിനിപ്പോൾ മലപ്പുറത്തേക്ക് എന്നാലും കോട്ടയത്തേക്ക് എന്നാലും അതെ, എല്ലാവരും ഇതിനോട് സഹകരിച്ച് പോയി. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ റോഡ് നിർമ്മിക്കുമ്പോൾ ചെലവഴിക്കേണ്ട മുഴുവൻ തുകയും ചെലവഴിക്കാൻ ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ റോഡിന് ഈ പരിപാലന കാലാവധിക്കിടയിൽ എന്തെങ്കിലും പറ്റിയാൽ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും എന്ന ധാരണ കൂടി ഉള്ളതിൻ്റെ ഭാഗമായി മാക്സിമം ഫണ്ട് റോഡ് നിർമ്മാണത്തിന് ചെലവഴിക്കുന്നു. മറ്റൊന്നുകൂടി ഉണ്ട് മിനിസ്റ്റർ, അതായത് നമുക്കറിയാം ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. റോഡുകൾ പൊളിയുന്നില്ല. ഇപ്പോൾ സർക്കാർ LDF സർക്കാർ വന്നിട്ട് 10 വർഷമായി. അങ്ങനെ നോക്കിയാൽ മുമ്പ് പണിത റോഡുകളൊക്കെ വേണമെങ്കിൽ പൊളിയാം, താങ്കൾ പറഞ്ഞ പോലെ പൊളിയുന്നില്ല. അതിനർത്ഥം മറ്റൊന്നുകൂടിയുണ്ട്, ഒരു അഴിമതി പോലും എങ്ങും ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപയുടെ അഴിമതി പോലും ഇല്ലാത്ത പൊതുമര. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കാം, താങ്കൾ പറഞ്ഞ പോലെ അന്നത്തെ റോഡുകളും ഇന്നത്തെ റോഡുകളും തമ്മിലുള്ള വ്യത്യാസം അന്നും ഇന്നും. അതെ, എവിടെയും കാണുന്ന പഴയ കലിങ്കൊക്കെ കണ്ടില്ലേ? അത് വളരെ ശരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഭാഗമാണോ സംശയമുണ്ട്. അതെ. ഇതിൻ്റെ 2 കാര്യമുള്ളത്. ഒന്ന്, ഈ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ പിന്നെ എസ്റ്റിമേറ്റ് എടുത്ത് നീണ്ടുപോയി കുഴിയായി ഒരു കുഴിയുടെ അഖിലേന്ത്യാ സമ്മേളനം. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്നാണോ പരിപാലന കാലാവധി കഴിയുന്നത് അന്ന് മുതൽ ഒരു കൊല്ലത്തേക്ക് ഒരു പുതിയ കോൺട്രാക്ട് സംവിധാനം കേരളം. പ്രതിപക്ഷത്തിന് കുഴിയെണ്ണുന്ന പണിയില്ലാത്തൊരു അതെ, റണ്ണിങ് കോൺട്രാക്ട് വന്നു. റണ്ണിങ് കോൺട്രാക്ട് വന്നാൽ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ കരാറ് നൽകുന്നത്. ഈ റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം, അതെ, റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം നീല ബോർഡുകളാണ്. ആ നീല ബോർഡ്, ജനങ്ങൾ കാഴ്ചക്കാരാണ്, കാവൽക്കാരാണെന്നുള്ള നീല ബോർഡുകൾ വന്നു. അതിലും ചുമതലയുള്ള കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ഈ റോഡിന് എന്ത് കുഴപ്പമുണ്ടെങ്കിൽ ഇവരത് ശ്രദ്ധിക്കും എന്നുള്ളത് ബോർഡിൽ കൃത്യമായി വരുന്ന സ്ഥിതി വന്നു.